ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ എങ്ങനെ മനസ്സിലാക്കി പഠിക്കാമെന്ന്. അതിനുള്ള സൊല്യൂഷൻ ആണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോയിൽ പറയുന്ന 3 കാര്യങ്ങൾ ഇനി പഠിക്കുമ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുക. നമ്പർ 1, നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണോ പഠിക്കാൻ പോകുന്നത് അതിലെ ടോപ്പിക് എടുത്ത് ജസ്റ്റ് ഒന്ന് വായിക്കുക. ഇങ്ങനെ വായിക്കുന്ന സമയം ഓരോ സെന്റൻസും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. നിങ്ങൾ പഠിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സറൗണ്ടിങ്ങും. ഡിസ്ട്രാക്ഷൻസ് ഉള്ള സ്ഥലത്തിരുന്നാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം വേണം പഠിക്കാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക് ഒരു തവണ വായിച്ച് അവസാനിപ്പിക്കാതെ 2-3 തവണയെങ്കിലും വായിക്കാൻ ശ്രമിക്കുക. ശേഷം നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഇത് മോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡി മെത്തേഡാണ്. ഇങ്ങനെ പഠിക്കുന്നതിലൂടെ ആ ഒരു ടോപ്പിക് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ പഠിച്ച ടോപ്പിക് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക് നിങ്ങൾ പിന്നീട് മറക്കില്ല. നമ്പർ 2, ഒരു ദിവസം നിങ്ങൾ പഠിച്ച കാര്യങ്ങളിലെ ഏതെങ്കിലും 3 ടോപ്പിക് ഉറങ്ങുന്നതിന് മുമ്പ് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. എല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്നാണ് അർത്ഥം. ഇനി നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക് ശരിയായിട്ട് ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ ആ ഒരു ടോപ്പിക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം. നമ്പർ 3, നിങ്ങൾ പഠിച്ച ടോപ്പിക് കാണാതെ എഴുതി നോക്കുക. നിങ്ങൾ ഏത് ടോപ്പിക്കാണോ പഠിച്ചത് ആ ഒരു ടോപ്പിക് എക്സാമിന് ശരിയായ രീതിയിൽ എഴുതണം എങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ആ ഒരു ടോപ്പിക് മുമ്പ് കാണാതെ എഴുതി നോക്കിയിട്ടുണ്ടാവണം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക് കുറച്ചുകൂടെ മനസ്സിലാക്കാനും സാധിക്കും. അതേപോലെ എക്സാമിന് നന്നായിട്ട് എഴുതാനും കഴിയും. സോ ഗായ്സ്, ഇനി പഠിക്കുമ്പോൾ ഈ 3 കാര്യങ്ങൾ ഫോളോ ചെയ്ത് പഠിക്കാൻ കൂടെ ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.